ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബട്ടർ സ്കോച്ച് ബ്രെഡ് പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ പുഡിംഗ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതലൊന്നും വെള്ളം ചേർക്കരുത്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടതൊന്ന് കാരമലൈസ് ചെയ്യണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാവും കേട്ടോ. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് മെൽറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ നല്ല പോലെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. നല്ല പോലെ ബ്രൗൺ ആവാൻ നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്രസ് ഉണ്ടാവും. ഇളം ബ്രൗൺ ആവുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ക്യാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളിതൊരു ബട്ടർ ഫോയിൽ പേപ്പറിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കി ആവും കേട്ടോ. പിന്നെ നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മളിനി പൊടിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 1 കപ്പ് പഞ്ചസാര കൂടി കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് പാനിലേക്ക്. അതുകൊണ്ട് തന്നെ 4 ടീസ്പൂൺ വെള്ളം ചേർക്കണം കേട്ടോ. അധികം വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക. അപ്പോൾ തന്നെ പഞ്ചസാര നല്ല പോലെ കാരമലൈസ് ആയി വരും. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഇളം ബ്രൗൺ ആവുന്നത് വരെ മാത്രം കാരമലൈസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറും വിപ്പിംഗ് ക്രീമും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ പുഡിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നല്ല പോലെ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ്. പിന്നെ ഒത്തിരി ഒന്നും തിക്കാക്കി എടുക്കണ്ട, കാരണം നമുക്കത് ബ്രെഡിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പുഡിങ്ങിന് ലാസ്റ്റ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷമാണ് കേട്ടോ അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് ഇപ്പോൾ നല്ലൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് നട്ട്സ് ഉണ്ടല്ലോ, ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബട്ടർ ഫോയിൽ പേപ്പർ ആദ്യം ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോല് കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ആദ്യം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഉരുട്ടിയിട്ട് പൊടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡാണ്. അപ്പോൾ ഞാൻ വലിയ ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അരികുവശമൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിൽ നിരത്തി കൊടുക്കുക. നമ്മുടെ പുഡിംഗ് ട്രേ ഏത് ഷേപ്പിലാണോ ഉള്ളത് ആ ഷേപ്പിൽ വേണം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്ത് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു ലെയർ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്യാപ്പുള്ള ഭാഗത്ത് ബ്രെഡിൻ്റെ പീസൊക്കെ വെച്ചാൽ മതി. വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടല്ലോ, ഇതിൽ നിന്നൊരു 1/4 കപ്പ് മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോസ് ആവശ്യം വരും. അപ്പോൾ 3 ലെയർ ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ ലെയർ ബ്രെഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് സോസൊക്കെ ഒഴിച്ചിട്ടുള്ള അടിപൊളി വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. നല്ലൊരു ഹൈ ലെവൽ പുഡിംഗ് ആണിത്. പിന്നെ നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് ഉണ്ടല്ലോ പൊടിച്ച് വെച്ചിട്ടുള്ള, അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പുഡിംഗ് ആണ്. ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ബട്ടർ സ്കോച്ച് സോസും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.